ഒരു കാര്യം കൂടാതെ ഇസ്രായേലിനെ വെറുക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾക്കില്ലേ? എനിക്കറിയാം ഉണ്ടെന്ന്. കാണും, എല്ലാവർക്കും കാണും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും. അതായത് നമ്മൾ ഈ ആപത്ത് ഘട്ടത്തിൽ സഹായിച്ച ആൾക്കാരെ മറക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ? അതുപോലെ 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യനെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഓൾറെഡി ആ ടൈമിൽ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജികളും അതുപോലെ കൗണ്ടർ ടെററിസവും ഒക്കെ ആയിട്ട് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ആവശ്യം വന്നപ്പോൾ ഇസ്രായേലിന്റെ സഹായം തേടി. എന്നാൽ അതുവരേക്കും യാതൊരുവിധ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളും ഇന്ത്യയുമായിട്ട് ഇല്ലാതിരുന്നതിന്റെ കൂടി ഇസ്രായേൽ അവരുടെ ഏറ്റവും നൂതന സാങ്കേതികമായിട്ടുള്ള ലേസർ ഗൈഡഡ് മിസൈൽസും അതുപോലെ തന്നെ സർവേലൻസ് ഡ്രോണുകളും മറ്റ് അനേകം എക്യുപ്മെന്റ്സും ഇന്ത്യക്ക് കൊടുക്കുന്നു. യുദ്ധമെല്ലാം അവസാനിച്ചതിന് ശേഷം 2000 അന്നത്തെ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്വന്ത് സിംഗും അതുപോലെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള LK അദ്വാനിയും കൂടെ ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇസ്രായേലുമായിട്ടുള്ള ഇത്രയും അടുത്ത ബന്ധവും ഇത്രയും അടുത്ത സൗഹൃദവും ഉണ്ടാകുന്നത്. ഇന്നിപ്പോ ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡിഫൻസ് പാർട്ണറാണ്. 2026 ആയപ്പോഴേക്കും ഇസ്രായേലിന്റെ ഏറ്റവും നൂതന ടെക്നോളജികളായിട്ടുള്ള അയൺ ബീമും അതുപോലെ തന്നെ അയൺ ഡോമും ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളും അതായത് റഷ്യ, ഫ്രാൻസ്, അമേരിക്ക ഒക്കെ വളരെ കണ്ടീഷണൽ ആയിട്ടാണ് അവരുടെ ആയുധങ്ങളും അതുപോലെ ടെക്നോളജികളും ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ ഇത് ട്രേഡ് ചെയ്യാൻ പാടില്ല, അതുപോലെ ചില രാജ്യങ്ങൾക്ക് മേൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇവർ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത്. എന്നാൽ ഇസ്രായേൽ അങ്ങനെ യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത്. അതുപോലെ ഇന്ത്യയുടെ DRDOയും ഇസ്രായേലിന്റെ IAEAയും കൂടെ ഒരുമിച്ച് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒട്ടനേകം ടെക്നോളജികളും ആയുധങ്ങളും ഉണ്ട്. ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് കേവലം ആയുധങ്ങൾ മാത്രമല്ല അവരുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുന്ന ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ടാറ്റയും അദാനിയും പോലുള്ള കമ്പനികൾ മിസൈൽസും അതുപോലെ സർവേലൻസ് ഡ്രോണുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഇന്ത്യനെ ഇത്രയധികം സഹായിക്കുന്ന ഒരു സുഹൃത്തിനെ, ഇത്രയും നല്ല ബന്ധം പുലർത്തുന്ന ഒരു സുഹൃത്തിനെ എന്ത് കാരണം കൊണ്ടാണ് ഒരു ഇന്ത്യക്കാരന് വെറുക്കേണ്ടത്?